യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട അഭിജിത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCC ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട ശബരി ചേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിഷ്ണു സുനിൽ അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അരുണ ബാബുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട ജില്ലയുടെ ചുമതല പ്രസിഡന്റ്, പ്രിയപ്പെട്ട ജില്ലയിലുടനീളം യൂത്ത് കോൺഗ്രസിന് വേണ്ടി ശക്തമായി മുന്നോട്ട് പോകുന്ന സജീവന്റെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാനായ ഈ ലോങ് മാർച്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന KPCCയുടെ മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ M.M. ഹസൻ അവർ, ഏറെ ബഹുമാനായ പ്രിയപ്പെട്ട എംഎൽഎ പ്രിയപ്പെട്ട ശ്രീ മനസ്സിലേട്ടൻ, KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ KS ദേവകുമാർ, KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KS ശബരിനാഥൻ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ മനോജ് ചൊള്ളിയിൽ, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഷാഹൻ ബാബു, ശ്രീ KM അഭിജിത്ത്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ PS അനന്താജ്, ശ്രീ വിഷ്ണു സുനിൽ പന്തളം, കുമാരി അരുതാരാജ് ഉൾപ്പെടെ ഈ ലോങ് മാർച്ചിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ മറ്റും ഇത്തരത്തിലുള്ള ലോങ് മാർച്ചുമായി നമ്മൾ ക്ലിഫ് ഹൗസിലേക്ക് പോകുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. കേരളത്തെ ഒറ്റുകൊടുക്കുകയും കേരളത്തെ മുച്ചേറി തകർക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിനെതിരെ യുവജന പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ലോങ് മാർച്ചിന്റെ ഭാഗമായി അണിനിരക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള മുഴുവൻ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ ആദ്യത്തിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ നേമൻ ഷജീർ ഉൾപ്പെടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരിക്കൽ കൂടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ നമ്മൾ ആരംഭിക്കുന്ന സന്ധിയില്ലാ സമര പോരാട്ടങ്ങൾക്ക് ഈ ലോങ് മാർച്ചോടുകൂടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഇവിടെ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് സജീവമായി തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ നാടിനകത്ത് സകല മേഖലകളിലും പരാജയപ്പെട്ട ഈ സർക്കാർ ഇത് പിണറായി വിജയൻ സർക്കാരല്ല, ഇത് PR വിജയൻ സർക്കാരാണ്. PR പ്രവർത്തനങ്ങളിലൂടെ മാത്രം ഒരു സർക്കാരിന് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇവർ കണക്കാക്കി വെക്കുന്നതെങ്കിൽ അതിനെ നാട്ടിലെ ജനം മറുപടി നൽകാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ മാർച്ചിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇയാളെ അനുസംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയും മുൻ KPCCയുടെ പ്രസിഡന്റ്, മുൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ M.M. ഹസൻ അവരെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരായ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ജനീഷ്, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വിനോദ് ചൊള്ളിയിൽ, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരായ ശ്രീ ഷാഹൻ ബാബു, ശ്രീ അഭിജിത്ത്, KPCCയുടെ നേതാക്കളായ ശ്രീ ശബരിനാഥ്, KS ഗോപകുമാർ, ശ്രീ വിൻസെന്റ് MLA, പ്രിയമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അനൂർത്താജ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, വിഷ്ണു, ശ്രീമതി ലളിത ബാബു, മറ്റ് നേതാക്കളെ, ഇന്ന് കേരള പിറവി ദിനമാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ കേരളത്തെ വലിച്ച് തകർത്ത് മുടിച്ച് ജനങ്ങളെ ദ്രോഹിച്ച 9 വർഷക്കാലത്തെ ദുർഭരണത്തിനെതിരെ നിങ്ങളിന്ന് നടത്തുന്ന ഈ ലോങ് മാർച്ച് ഇവിടെ നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്ത ഒരു സർക്കാർ ഇന്ന് മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും അതിസമ്പന്നമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിസമ്പന്നമായ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തെ 9 കൊല്ലത്തിന് ശേഷം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നതിനേക്കാൾ
ഈ കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മറ്റൊരു ദ്രോഹം ചെയ്യാനുണ്ടോ? എന്തായാലും ആ സമ്മേളനത്തിന് ആളെ കൂട്ടാൻ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമൽഹാസനെയും വിളിച്ചു. മോഹൻലാലും കമൽഹാസനും കാര്യം മനസ്സിലായി. കാരണം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തന്നെ പറയുന്നു, ഞങ്ങളാണ് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് നിങ്ങളെ ഈ നിലയിലാക്കിയത്, ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റിയെന്ന് ഈ മുഖ്യമന്ത്രി പറയുന്ന നുണയിൽ നിങ്ങളാരും കബളിക്കപ്പെടരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ വരാൻ. മമ്മൂട്ടി വരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മമ്മൂട്ടി അദ്ദേഹം നമുക്കെല്ലാം ബഹുമാനമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വന്നാൽ അദ്ദേഹവും സത്യത്തിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കേരളത്തിൽ ഉണ്ടെന്ന് എഴുതിയ ആളുകളാണ് അവരുടെ പ്രകടന പത്രിക. ആ പരമദരിദ്രന്മാരായ ആളുകളെ 4.5 ലക്ഷം. ഇപ്പോ തിരുവനന്തപുരത്ത് വന്ന വാർത്ത, ഒരു ആദിവാസി പട്ടിണി കിടന്ന് മരിച്ചു. പട്ടിണി മരണങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയനും ഇടതുമുന്നണിയും അത് കാണുന്നില്ല. അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാന പ്രഖ്യാപനത്തിൽ എല്ലാത്തിനും ഉടക്കു വയ്ക്കുന്ന CPI സംതൃപ്തരല്ല. കാരണം അവരുടെ ദാരിദ്ര്യം, അവരനുഭവിക്കുന്ന ദാരിദ്ര്യം അത് അകറ്റാൻ വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയാണ് അവരിപ്പോ ഈ PM3 പദ്ധതിയിൽ നടത്തിയത്. ഓരോന്നോരോന്നായി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുക, തട്ടിപ്പ്, വഞ്ചന, അതുപോലെ കവർച്ച, മോഷണം, കൊലപാതകം, ഇതൊക്കെയല്ലേ 9 കൊല്ലമായി ഇവിടെ നടന്നത്. മോഷ്ടിച്ച് പൊതുമുതൽ മോഷ്ടിച്ച് അവസാനം ഭഗവാന്റെ സ്വത്ത് വരെ മോഷ്ടിച്ചില്ലേ? സ്വർണ്ണപ്പാളിയുടെ ഈ മോഷണ സംഭവം പുറത്തു വന്നത് എങ്ങനെയാ? അവിടെ അയ്യപ്പ സംഗമം നടത്തി. സ്വാമി അയ്യപ്പൻ പിണറായിയെയും ഈ ഗവൺമെന്റിനെയും ശിക്ഷിക്കാൻ കാത്തിരുന്നപ്പോഴാണ് അവിടെ പോയി അയ്യപ്പ സംഗമം നടത്തിയത്. ആ ശിക്ഷ വാസ്തവത്തിൽ അത് വെളിപ്പെടുത്തിയത് തന്നെ ആദ്യത്തെ ശിക്ഷയാണ്. അങ്ങനെ ഓരോന്നും നോക്കിയാൽ ഇപ്പോ PM3 പദ്ധതിയെ മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ CPM3 പദ്ധതിയായിട്ടല്ലേ ഇപ്പൊ നടപ്പാക്കിയിരിക്കുന്നത്. അതിൽ ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരില്ലേ? പണത്തിന് വേണ്ടി ഈ സാധാരണ കശാപ്പുകാരൻ നാടിന് ഇങ്ങനെ കുഴ കാണിച്ച് പ്രലോഭിപ്പിച്ച് അറവുശാലയിലേക്ക് നയിക്കുന്നത് പോലെ മോഡി സർക്കാർ നമ്മുടെ ശിവൻകുട്ടിയുടെ 1500 കോടി രൂപയുടെ പ്രലോഭനം കാണിച്ച് ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തെയും ശിവൻകുട്ടിയെയും RSSന്റെ അറവുശാലയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സെ അല്ലെന്ന് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. ആര് പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്? ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഇത്രയേറെ അതിരൂക്ഷമായിട്ടുള്ള അക്രമങ്ങളും തൊഴിലില്ലായ്മയും വിലവർദ്ധനവും എല്ലാം നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം. ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാമോ? 5.5 ലക്ഷം ആളുകൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് റേഷൻ തരുന്നത്. ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, അന്ത്യോദയ പദ്ധതി അതിന്റെ മാനദണ്ഡം എന്താണ്? അതിദാരിദ്ര്യമാണ്. ഇനിയിപ്പോ മോഡിയുടെ ഗവൺമെന്റ് പറയാൻ പോകുന്നത് അവിടെ ദാരിദ്ര്യമെല്ലാം ഇനി എന്തിനാ ഈ 5.5 ലക്ഷം പേർക്ക് റേഷൻ? ആളുകളുടെ ഈ ചോറിൽ അരിയിൽ മണ്ണിടുന്ന ഈ പരിപാടി പിണറായി വിജയന് പാവപ്പെട്ട ജനങ്ങൾ റേഷൻ വാങ്ങുന്ന ആളുകൾ പിണറായി വിജയന് മറുപടി നൽകും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ സർക്കാരിനെ ചവിട്ടി പുറത്താക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതിന് നിങ്ങളൊക്കെ യുവാക്കളാണ്. ഞങ്ങളെക്കാളൊക്കെ നിങ്ങളുടെ കാലിന് നല്ല ശക്തിയാണ്, കൈക്ക് നല്ല ശക്തിയാണ്. ഇവരെ ചവിട്ടി പുറത്താക്കുന്ന ഈ മുന്നേറ്റത്തിൽ അതിശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നതാവട്ടെ ഈ ലോങ് മാർച്ച് എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദനം. മറ്റെല്ലാ നേതാക്കന്മാരും സമാപന വേദിയിൽ സംസാരിക്കും. ഔപചാരികമായി നമ്മുടെ ജാഥ ആരംഭിക്കുകയാണ്. മുഴുവൻ സഹപ്രവർത്തകരും ജാഥയിൽ അണിനിരക്കണം. ബാനറിന്റെ പുറകിലേക്ക് മുഴുവൻ ഭാരവാഹികളും കടന്നു വെക്കണം. അഖിലേന്ത്യാ ഭാരവാഹികളും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായുള്ള മുഴുവൻ ഭാരവാഹികളും ബാനറിന് പുറകിലേക്ക് ഒന്ന് കടന്നു വെക്കണം. വനിതകളെ ഏറ്റവും മുൻനിരയിൽ നിർത്തണം. മറ്റെല്ലാവരും അവർക്ക് സൗകര്യം നൽകി കൊടുക്കണം.
ഞാന് സംസാരിക്കുമ്പോ അഭിജിത്തിന്റെ പേര് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയത് അഭിൻ വർക്ക് വന്നു എന്നാണ്. അദ്ദേഹം കൂടി ഇപ്പൊ വന്നു, വളരെ സന്തോഷം. വേറെ പണിയാണ്. എവരോട് ഇറങ്ങാൻ കൊടിതാക്ക് 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 കൊടിതാക്ക്. ഒരു മാറണം കേട്ടോ. ചേട്ടാ ഈ കൊടി കൂടെ ഒന്ന് മാറ്റോ. ബ്രോ ഒന്ന് സൈഡ് ചെയ്യാം. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ലോങ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഇതാ കടന്നു വരികയാണ്. ബഹുമാനനായ യൂത്ത് കോൺഗ്രസിന്റെ കരുത്തുറ്റ സംസ്ഥാന അധ്യക്ഷൻ എ.ടി. ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ നാടിനെ പുറകം ചേർത്തുകൊണ്ട് ഈ നാടിന്റെ പ്രിയങ്കരനായ എ.ടി. ജനീഷിത കടന്നു വരികയാണ്. സർക്കാരിന്റെ അഴിമതിക്കെതിരെ, പിണറായി സർക്കാരിന്റെ സ്വർണ്ണക്കൊള്ളക്കെതിരെ PMC പദ്ധതി ഒപ്പിട്ട പിണറായി മോദി കൂട്ടുകെട്ടുന്നതിന് ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പയ്യെ പോകാൻ പറയണേ, കിട്ടൂല ചേട്ടാ. പയ്യെ പോകാൻ പറയണേ ബ്രോ, പയ്യെ പോകാൻ പറയണേ. കൈ വേണം കേട്ടോ, കൈ വേണം. കേരളം തകർക്കുന്ന ഇടത് ദുർഭരണത്തിനെതിരെ കേരള പ്രതിദിനത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ നാടിന്റെ പ്രിയങ്കരനായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കരുത്തനായ സാരഥി ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ എ.ടി. ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. PMC പദ്ധതി ഒത്തുതീർപ്പിലൂടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലൂടെ ഈ രാജ്യത്തെ കട്ടുമുടിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കരുത്തുറ്റ പോരാട്ടമാണ്
ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത് വിലക്കയറ്റത്തിനെതിരെ വമ്പൻ കൊള്ളകൾ നടത്തി ഈ നാടിന്റെ ശബരിമല ശാസ്താവിനെ പോലും കൊള്ളയടിക്കുന്ന ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമാരാധനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ നാടിന്റെ പ്രിയങ്കരനായ ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ച് കടന്നു വരുന്നു. കേരളത്തെ തകർത്ത് മുടിക്കുന്ന, കേരളത്തെ കൊള്ളയടിക്കുന്ന ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കേരള പിറവി ദിനത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. PMC പദ്ധതി ഒത്തുതീർപ്പിലൂടെ ഈ നാടിന് സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന ഈ നാടിന്റെ സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ശബരിമല കൊള്ളയ്ക്കെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ നാടിന്റെ പ്രിയങ്കരനായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമാരാധനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷ് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ വഴിത്താരയെ പുറമണിയിച്ചുകൊണ്ട് സഹപ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും രണ്ടു വരിയായി വരാൻ പരമാവധി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും രണ്ടു വരിയായി വരാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. കേരളത്തെ തകർത്തു മുടിക്കുന്ന ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കേരള പിറവി ദിനത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഇതാ ഈ വഴിത്താരകളിലൂടെ കടന്നു വരികയാണ്. PMC പദ്ധതിയിലൂടെ കേരളത്തെ ഒറ്റിച്ചു കൊടുത്ത പിണറായി സർക്കാരിനെതിരെയുള്ള ലോങ് മാർച്ചാണ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ശബരിമല ശാസ്താവിനെ പോലും കൊള്ളയടിച്ച് ദുർഭരണം നടത്തുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള സമര പോരാട്ടത്തിന്റെ തുടക്കമാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമാരാധനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷ് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ആരോഗ്യ മേഖലയെ നമ്പർ 0 പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ഈ നാടിന്റെ പ്രിയങ്കരനായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമാരാധനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. വിലക്കയറ്റത്തിനെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ അഴിമതി നടത്തി ഈ നാടിനെ ഭരിച്ചു മുടിച്ച പിണറായി സർക്കാരിനെതിരെയുള്ള ലോങ് മാർച്ചിലായി വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പാരലായിട്ട് പോയി ഇത് ലൈവാണ്. അപ്പൊ അവന്മാരോട് അങ്ങനെ പോകാൻ പറയാം, എവരോട് അങ്ങനെ പോകാൻ പറയാം. ഒരു സൈഡിലൂടെ ഒരു ചേട്ടാ വണ്ടി പാരലായിട്ട് പോകാൻ പറയാട്ടാ. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതൃത്വം OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. ഈ വഴിത്താരയിലൂടെ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരാധീനായ അധ്യക്ഷൻ OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തെ കട്ടുമൊഴിച്ച് കുട്ടിച്ചോറാക്കിയ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ കേരള പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ലോങ് മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്.
പേരലാക്കാൻ പറട്ടോ, പേരലാക്കാൻ പറ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വാഗ്ദാനങ്ങൾ നൽകി കേരള ജനതയെ പറ്റിച്ച പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ ഈ നാട്ടിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഏകാധിപതി ഭരണം നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ ജെ ജനീഷ് നയിക്കുന്ന ലോക് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടിതാ വരുന്നു ലോങ് മാർച്ച്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. കഴിഞ്ഞ 9 വർഷങ്ങളായി ഈ കേരളത്തെ കട്ടിമുടിച്ച് വിട്ടുചോറാക്കിയ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട്, അഴിമതി ഭരണത്തിനെതിരെ, സജ്ജന വിശ്വവാദത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ക്രിസ്മസിലേക്ക് എത്തിച്ചേരുകയാണ്. KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് സണ്ണി ജോസഫ് അവറുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു സർക്കാർ, സാധാരണക്കാരെ കണ്ണീരിന്റെ കഴുത്തിലേക്ക് തള്ളിയിടുന്ന സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ, ആ സർക്കാരിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. ഇല്ല, കുറച്ച് കഴിയട്ടെ. അവിടെ ആ റോഡ് കുറച്ച് വെട്ടമുണ്ട്. കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിലേറിയപ്പോൾ പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ മുഴുവൻ കേരള ജനതയും പറ്റിച്ച പിണറായി വിജയൻ സർക്കാർ ഇലക്ഷൻ എടുക്കുമ്പോൾ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞ 9 വർഷക്കാലം കേരള ജനതയെ പറ്റിച്ച പിണറായി വിജയന്റെ സർക്കാർ, ആ സർക്കാരിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാർ ഒത്തുചേർന്നുക വരികയാണ്. ഈ വൈത്താരയിലൂടെ കടന്നു വരികയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ഈ ലോങ് മാർച്ച് ക്രിസ്മസിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ നാടിനെ കട്ടുമുടിച്ച് കണ്ണീർ കയത്തിലേക്ക് തള്ളിവിട്ട പിണറായി വിജയനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് ഇതാ കടന്നു വരികയാണ്. ഇതാ കടന്നു വരികയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കേരളത്തിന്റെ തകർത്തെറിഞ്ഞ പിണറായി വിജയന്റെ ക്രിസ്മസിലേക്ക് ഇതാ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതാ കടന്നു വരികയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും മുഖ്യമന്ത്രിയാക്കിയ ഈ സർക്കാരിനെതിരെ പോരാട്ടത്തിന്റെ പുതിയ പോർമുഖം തുറന്നുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ലോങ് മാർച്ചിലാ കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ പിറകിലിതാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷിന്റെ നേതൃത്വത്തിൽ ഇതാ കടന്നു വരികയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്നാരംഭിച്ച് അനന്തപുരിയുടെ നെയ്മാറിലൂടെ ഈ കേരളത്തെ തകർത്ത പിണറായി വിജയന്റെ ക്ലിഫ്ലോസിലേക്കിതാ യുവജനങ്ങൾ കടന്നു വരികയാണ് ലോങ് മാർച്ചുമായി. ഈ കേരള പിറവി ദിനത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് കുമാർ നയിക്കുന്ന ലോങ് മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. PMCയിൽ എത്തിവെച്ച് ശബരിമലയിൽ സ്വർണ്ണക്കള്ള നടത്തി ആരോഗ്യ മേഖലയിൽ നമ്പർ 0 ആക്കി, വിലക്കയറ്റത്തിൽ നമ്പർ 1 ആക്കി, തൊഴിലില്ലായ്മയിൽ റെക്കോർഡ് സ്ഥാപിച്ച അഴിമതി നടത്തുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജനീഷ് കുമാർ നയിക്കുന്ന ലോങ് മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. ഈ കേരള പ്രവചനത്തിൽ ഈ കേരളത്തെ മുഴുവനുള്ള ജനതയും
ഈ കേരള ജനതയെ കട്ടുമുറിച്ച് കണ്ണീരിന്റെ കഴുത്തിലേക്കാക്കിയ പിണറായി വിജയനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജനീഷ് കുമാർ നയിക്കുന്ന ലോങ് മാർച്ചാണ് ഇതിൽ കടന്നു വരുന്നത്. കേരളത്തെ തകർത്ത ഇടത് ദുർഭരണത്തിനെതിരെ കേരളപ്പിറവി ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും നയിക്കുന്ന ലോങ് മാർച്ച് കടന്നു വരികയാണ്. ചരിത്രമുറങ്ങുന്ന പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് അനന്തപുരിയുടെ വിരിമാറിലൂടെ ഇതാ കേരളത്തിലെ യുവജനത മാർച്ച് ചെയ്തുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് നടക്കുകയാണ്. ഈ നാടിന്റെ മതനിരപേക്ഷതയെ, ഈ നാടിന്റെ സെക്കുലറിസത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച PMശ്രീയിലെ ഒത്തുതീർപ്പിനെതിരെ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ, ആരോഗ്യ മേഖലയെ തകർത്തെറിഞ്ഞ ഈ സർക്കാരിനെതിരെ, വിലക്കയറ്റത്തിൽ നമ്പർ 1 ഈ സർക്കാരിനെതിരെ, കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയ സർക്കാരിനെതിരെ, അടിമതി മാത്രം മുഖമുദ്രയായ ഈ സർക്കാരിനെതിരെയുള്ള യുവജന രോഷം ഇതാ കടന്നു വരികയാണ്. അനന്തപുരിയുടെ വിരിമാറിലൂടെ ഇതാ കടന്നു വരികയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും നയിക്കുന്ന ലോങ് മാർച്ച് ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ചെറുപ്പക്കാരുടെ പ്രക്ഷോഭമിത, ചെറുപ്പക്കാരുടെ രോഷമിത ഈ വാഹനത്തിന്റെ പിറകിലായി ഇതാ കടന്നു വരികയാണ്. മുൻവർണ്ണ പതാകകളേന്തിക്കൊണ്ട് ഇതാ കേരളത്തിലെ യുവജനത കടന്നു വരികയാണ്. ഇടത്തോട്ട് തിരിയുന്ന പരിവർത്തന ചക്രാന്തിതമായ മുൻവർണ്ണ പതാക ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ, ദുർഭരണത്തിനെതിരെ പോരാട്ടം നയിച്ചുകൊണ്ടിതാ കടന്നു വരികയാണ് ലോങ് മാർച്ച്. ചരിത്രമുറങ്ങുന്ന പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് ക്ലിഫ് ഹൗസിലേക്ക് ഇതാ കേരളത്തെ തകർത്ത ഇടത് ദുർഭരണത്തിനെതിരെ കേരളപ്പിറവി ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികളായ ശ്രാവൺ റാവുവും പുഷ്പലതയും KM അഭിജിത്തും അബിൻ വർക്കിയും അടക്കമുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നയിക്കുന്ന ലോങ് മാർച്ച് കടന്നു വരികയാണ്. ചരിത്രമുറങ്ങുന്ന പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ഇതാ കേരളത്തിലെ ചെറുപ്പക്കാരുടെ അമർഷവും രോഷവും പ്രതിഷേധവുമായി കൊണ്ടുതാ കേരളത്തിലെ യുവജനത മാർച്ച് ചെയ്തുകൊണ്ട് കടന്നു വരികയാണ്. PMശ്രീയിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പിനെതിരെ, കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ, സംഘപരിവാറിന്റെയും സർക്കാരിന്റെയും കൂട്ടുകെട്ടിനെതിരെ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സീറോയാക്കി മാറ്റിയവർക്കെതിരെ, വിലക്കയറ്റത്തിൽ നമ്പർ 1 ഈ കേരളത്തെ മുടിച്ചവർക്കെതിരെ, കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ വെട്ടുകൊടുത്ത് അവരുടെ തൊഴിലുകൾ പിൻവാതിൽ നടന്നു ലഭിച്ചവർക്കെതിരെ, അടിമതി മാത്രം മുഖമുദ്രയാക്കിയ പിണറായി വിജയന്റെ
നമ്പർ 1 അഴിമതി സർക്കാരിനെതിരെ കേരളത്തിലെ ചെറുപ്പക്കാർ കടന്നു വരികയാണ്. ഇടത്തോട്ട് തിരിയുന്ന പരിവർത്തന ചക്രാങ്കിതമായ മൂവർണ്ണ പതാകയും കൈകളിലേന്തിക്കൊണ്ടിതാ കേരളത്തിന്റെ സമര യൗവനം കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ പിറകിലിതാ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലുടെയും നേതൃത്വത്തിലിതാ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികൾ അണിനിരക്കുന്ന കേരളത്തിലെ യുവജനത മാർച്ച് ചെയ്തുകൊണ്ടിതാ ക്ലിഫ് ഹൗസിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പോരാട്ടത്തിന്റെ ഭൂമികയിൽ ഈ നാടിനെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെയും പിന്തുണയുണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. 9 വർഷക്കാലം ഭരിച്ചു മുടിച്ച ഈ നാടിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും അഴിമതിക്കാരുടെയും കരിഞ്ചന്തക്കാരുടെയും വിഹാരഭൂമിയാക്കി മാറ്റിയ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിന്റെ ചെവിമുഴക്കിക്കൊണ്ടിതാ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലിതാ ലോങ് മാർച്ച് കടന്നു വരികയാണ്. ചരിത്രമുറങ്ങുന്ന പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പോരാട്ടം പരിവർത്തന ചക്രാങ്കിതമാകുന്ന മൂവർണ്ണ പതാകയും കൈകളിലെന്തിക്കൊണ്ടുതാ കേരളത്തിന്റെ യുവജന സാക്ഷ്യമിത കടന്നു വരികയാണ്. കേരളത്തെ തകർത്ത ഇടതു ദുർഭരണത്തിനെതിരെ കേരളപ്പിറവി ദിനത്തിനിതാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷിന്റെയും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയുടെയും ദേശീയ ഭാരവാഹികളായ ശ്രാവൺ റാവുവിന്റെയും CB പുഷ്പലതയുടെയും KM അഭിജിത്തിന്റെയും അബിൻ വർക്കിയുടെയും നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ വിഷ്ണു സുനിന്റെയും PS സനൂതാജിന്റെയും പ്രിയങ്കരിയായ അരിത ബാബുവിന്റെയും നേതൃത്വത്തിലിതാ കേരളത്തിലെ യുവജനത കടന്നു വരികയാണ്. കേരളത്തെ ഭരിച്ചു മുടിച്ച, കേരളത്തെ അഴിമതി മുച്ചോടും മുഖമുദ്രയാക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന്റെ പടകധ്വനി മുഴക്കിക്കൊണ്ടിതാ ഈ വാഹനത്തിന്റെ പിറകിൽ ലോങ് മാർച്ച് കടന്നു വരികയാണ്. കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിന്റെ ലോക്കപ്പിനുള്ളിൽ ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസ് രാജിനെതിരെ, PM ശ്രീയുടെ ഒത്തുതീർപ്പിനെതിരെ, കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെയും സർക്കാരിന്റെയും കൂട്ടുകെട്ട് ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ യുവജനത കടന്നു വരികയാണ്. കേരളത്തെ തകർത്ത ഈ ഇടത് ദുർഭരണത്തിനെതിരെ ഈ കേരളപ്പിറവി ദിനത്തിനിതാ കേരളത്തിന്റെ സമര യൗവനം ഈ വഴിത്താരയധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അനന്തപുരിയുടെ മണ്ണിത 9 വർഷക്കാലത്തെ ഈ മാറിയ ദുർഭരണത്തിനെതിരെ കേരളത്തിന്റെ യുവജന നേതാക്കന്മാർ അണിനിരക്കുന്ന ലോങ് മാർച്ച് ഈ വാഹനത്തിന്റെ പിറകിലൂടെ കടന്നു വരികയാണ്. കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ പിണറായി വിജയൻ സർക്കാരിനെതിരെ അടിമതി മാത്രം ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്ന ഈ കാലത്ത് കേരളത്തിന്റെ സമര യൗവനം കടന്നു വരികയാണ് ഈ വാഹനത്തിന്റെ പിറകിലൂടെ. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലൂടെ ഇതാ ഐതിഹാസികമായ പോരാട്ടം കടന്നു വരികയാണ്. ലോങ് മാർച്ച് കടന്നു വരികയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാർ നയിക്കുന്ന
ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പോരാളികൾ കടന്നു വരികയാണ്. ഇതാ ഈ വാഹനത്തിന്റെ പിറകിലൂടെ പരിവർത്തന ചക്രാഞ്ചിതമാകുന്ന മൂവർണ്ണ പതാകയും കൈകളിലേന്തിക്കൊണ്ട് അണപൊട്ടാത്ത രോഷവുമായി കൊണ്ട് പ്രതിഷേധത്തിന്റെ ജ്വാലയുമായി ഇതാ കേരളത്തിന്റെ യുവജനത കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും കേരളത്തെ തകർത്ത ഇടത് ദുർഭരണത്തിനെതിരെ കേരളത്തിലെ ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികളായ ശ്രാവൺ റാവുവും പുഷ്പലതയും കെ എം അഭിജിത്തും അബിൻ വർക്കിയും അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിത അണിനിരക്കുകയാണ്. ഈ സമര പോരാട്ടങ്ങൾക്ക് സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങള് ആ പോരാട്ടങ്ങൾ നയിക്കുകയാണ്. ലോങ് മാർച്ചുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിച്ചാലും പിന്തുണയർപ്പിച്ചാലും സമരസപ്പെടാത്ത സമര യൗവനവിത അനന്തപുരിയുടെ വിരിമാറിലൂടെ ഇതാ കടന്നു വരികയാണ്. കേരളത്തെ മുച്ചോടും ഭരിച്ചു മുടിച്ച പിണറായി വിജയന്റെ സർക്കാരിനെതിരെ പോരാട്ടത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ടുക പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് പിണറായി വിജയൻ അന്തിയുറങ്ങുന്ന ക്ലിഫ് ഹൗസിന്റെ നടയിലേക്ക് കേരളത്തിന്റെ ചെറുപ്പക്കാരുടെ പോരാട്ടം കടന്നു വരികയാണ്. ലോങ് മാർച്ച് കടന്നു വരികയാണ്. അണമുറിയാത്ത സമരവീരരുമായി കൊണ്ടുക കേരളത്തിന്റെ സമര യൗവനം കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പിന്തുണയർപ്പിച്ചാലും 9 വർഷക്കാലം ഈ കേരളത്തെ തകർത്ത് അഴിമതിയുടെയും കരിഞ്ചന്തയുടെയും കൊള്ളയുടെയും ഒരു കേദാരഭൂമിയാക്കിയ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടമിതാ കേരളത്തിന്റെ സമര യൗവനം ഏറ്റെടുത്തിരിക്കുന്നു. ഇതാ കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ പുറകിലൂടെ സംഘപരിവാറും കേരള സർക്കാരും നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ കെടുകാര്യസ്ഥതക്കെതിരെ ആഭ്യന്തര വകുപ്പിലെ പോലീസിന്റെ രാജിനെതിരെ വിലക്കയറ്റത്തിൽ നമ്പർ 1 നിലകൊള്ളുന്ന ഈ കേരളത്തിനെ മോചിപ്പിക്കാൻ ഇതാ കടന്നു വരികയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ. ഇതാ കടന്നു വരികയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷിന്റെയും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലിന്റെയും നേതൃത്വത്തിൽ ഇതാ കേരളത്തിലെ യുവജനങ്ങൾ, പ്രക്ഷുബ്ധമായ യുവജനങ്ങൾ ഇതാ ഈ വാഹനത്തിന്റെ പിറകിലൂടെ കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും പിന്തുണയർപ്പിച്ചാലും 9 വർഷക്കാലം ഈ നാടിനെ മുച്ചോടും ഭരിച്ച അഴിമതി മുഖമുദ്രയാക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള സമര പ്രഖ്യാപനവുമായി സമരസപ്പെടാത്ത സമര യൗവനമിതാ ഈ വാഹനത്തിന്റെ പിറകിലൂടെ കടന്നു വരികയാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവർക്കെതിരെയുള്ള പോരാട്ടം നയിച്ചുകൊണ്ട് കേരളത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കിയവർക്കെതിരെയുള്ള പോരാട്ടം നയിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാരിനെതിരെയുള്ള പോരാട്ടം നയിച്ചുകൊണ്ട് കെടുകാര്യസ്ഥത മാത്രം മുഖമുദ്രയാക്കിയ ആരോഗ്യ വകുപ്പിനെതിരെയുള്ള പോരാട്ടം നയിച്ചുകൊണ്ട് സർവത്ര മേഖലയിലും അടിമതി മാത്രം മുഖമുദ്രയാക്കിയ പിണറായി വിജയന്റെ നാണം തൊട്ട സർക്കാരിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടുക ഈ വാഹനത്തിന്റെ പിറകിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരിവർത്തന ചക്രാങ്കിതമായ മുൻവർണ്ണ പതാകയും കൈകളിലെന്തിക്കൊണ്ടുക ഈ വാഹനത്തിന്റെ പിറകിലൂടെ കടന്നു വരികയാണ്. പോണില്ല നമ്മൾ ആവേശമലതല്ലിക്കൊണ്ടുക അനന്തപുരിയുടെ പെരുമാറിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് കടന്നു വരികയാണ്.
കാലം കാത്തുസൂക്ഷിച്ച കാവ്യനീതി എന്നോളം ഇതാ പിണറായി വിജയന്റെ നരകത്ത ഭരണകൂടത്തിനെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതാ ക്ലിഫ് ഹൗസിലേക്ക് ലോങ് മാർച്ച് കടന്നു വരികയാണ്. കേരളത്തിലെ യുവാക്കളുടെ ഹൃദയസ്പർശിയായ പോരാട്ടങ്ങൾക്ക് ആദ്യം കുറിക്കുന്ന യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇതാ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സമാരംഭിച്ച ലോങ് മാർച്ച് കടന്നു വരികയാണ്. ചരിത്രമിറങ്ങുന്ന അനന്തപുരിയുടെ ഈ തങ്കരുപികളാൽ രേഖപ്പെടുത്തിയ ഈ സ്വർഗവീതിയിലൂടെ കടന്നു വരികയാണ്. പ്രതിഷേധത്തിന്റെ പ്രതിജ്ഞകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരോജ്ജലമായ യുവജന പോരാട്ടങ്ങൾക്ക് ആദ്യം കുറിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സമാരാധ്യനായ അധ്യക്ഷൻ ജനീഷിന്റെ നേതൃത്വത്തിൽ കടന്നു വരികയാണ് ലോങ് മാർച്ച് കടന്നു വരികയാണ്. സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ യുവാക്കൾക്ക് താങ്ങും തോറും നൽകുവാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് കരുത്ത് പകർന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരനായകൻ ജനീഷിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് കടന്നു വരികയാണ്. കേരളത്തിലെ കട്ടുമടിക്കുന്ന പിണറായി വിജയന്റെ നിലകെട്ട ഭരണകൂടത്തിനെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിജ്ഞ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമാരാധ്യനായ അധ്യക്ഷൻ ജനീഷിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ലോങ് മാർച്ച് ഇതാ കടന്നു വരികയാണ്. പരിപാടി ലൈവ് ഇട്ടിട്ടുണ്ട്. ലൈവ് പ്രിയപ്പെട്ടവരെ, കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ നായകൻ അഡ്വക്കേറ്റ് ജനീഷിന്റെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ വർക്കിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ധീര പോരാളികളാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ വാരി വിതറുക. കേരളക്കരയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന കാട്ടുവള്ളന്റെ അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജനീഷിന്റെ നേതൃത്വത്തിലുള്ള ഈ വാഹനത്തിൽ തൊട്ടുപിറകിലായിക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ധീര പോരാളികളുടെ നേതൃത്വത്തിലാണ് ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ശബരിമലയിലെ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളി കെട്ടടിപ്പ് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ പിണറായി വിജയന്റെ നെറുകോട് ജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം, ഭവനമായ വിദ്യാഭ്യാസം RSSനും സംഘപരിവാറിനും തീരെഴുതി കൊടുത്ത പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജനീഷിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനോയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികളാണ് ക്ലീഫ് ഹൗസിലേക്ക് ഇതുവഴി നിറഞ്ഞുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ മാറി തരുക. ആരോഗ്യരംഗത്ത് സാധാരണക്കാരായ പാവപ്പെട്ടവൻ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമ്പോൾ അവർക്ക് യഥാസമയം ചികിത്സ നൽകാൻ കഴിയാതെ ആരോഗ്യമേഖലയിലെ സാധാരണക്കാരന് പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കാൻ കഴിയാതെ അവരെ പരിചരിക്കാൻ കഴിയാത്ത പിണറായി വിജയൻ സർക്കാർ പാവപ്പെട്ട ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് തൊഴിലില്ലായ്മയുടെ വസന്തമാക്കി കേരളത്തെ മാറ്റുക പിണറായി സർക്കാരിനെതിരെ പാവങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അധികാര കസേരയിൽ അത്തയെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായി ഗവൺമെന്റിനെ താക്കീതായിക്കൊണ്ട് പ്രിയമുള്ളവരെ, അനന്തപുരിയിലെ കൈപ്പൽക്കിലേക്കാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ധീരനായ പോരാളി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്
അഡ്വക്കറ്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിലാണ് പ്രിയങ്കരനായ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയുടെ നേതൃത്വത്തിലാണ് ദേശീയ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു, ശ്രീമതി പുഷ്കരയും പ്രിയങ്കരനായ അബിൻ വർക്കിയും പ്രിയപ്പെട്ട KM അഭിജിത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായ അനിൽ താജിന്റെയും പ്രിയപ്പെട്ട വിഷ്ണു പന്തളത്തിന്റെയും ഹരിത ബാബുവിന്റെയും നേതൃത്വത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക കൈകളിലേന്തിക്കൊണ്ട് പാളയം രക്തദാസി മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്കരനായ KPCCയുടെ മുൻ അധ്യക്ഷൻ MMSന്റെ കയ്യിൽ നിന്ന് ത്രിവർണ്ണ പതാക ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ശബരിമലയിലെ വിശ്വാസികളെ വഞ്ചിച്ച് സ്വർണ്ണപ്പാളി കട്ടടിച്ചു കൊണ്ടുപോയിരുത്തവന്റെ പേര് പിണറായി വിജയനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സമ്പന്നമായ വിദ്യാഭ്യാസം RSSന്റെ ആളുകൾ കൊണ്ടുപോയി കെട്ടിയ പിണറായി സർക്കാരിന് താക്കീടായിക്കൊണ്ടാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ വീരപോരാളികളുടെ നേതൃത്വത്തിലുള്ള കടന്നു വരികയാണ് അഡ്വക്കറ്റ് OJ ജനീഷ് ത്രിവർണ്ണ പതാക കൈകളിലേന്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ വീരപോരാളികളുടെ നേതൃത്വത്തിലുള്ള ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് അനന്തപുരിയുടെ മുഖ്യമന്ത്രിയുടെ കൈകാഴ്ചയിലേക്കാണ് ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ നൽകുക. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴിമതിയുടെ ദുർഭരണം നടത്തുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ക്ലിഫ് ഹൗസിലേക്ക് ഇതാ ലോങ് മാർച്ച് ചെയ്യുകയാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തിരുവനന്തപുരത്തിന്റെ തെരുവീതിയിലൂടെ ഈ സുവർണ നഗരത്തിലൂടെ കടന്നു വരികയാണ്. സ്വന്തം തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധിക്കുവാൻ, പ്രതിജ്ഞ ഉയർത്തിപ്പിടിക്കുവാൻ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ കടന്നു വരികയാണ്. PMCയിലെ ഒത്തുതീർപ്പിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 മാറിയ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തി പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. വിലക്കയറ്റത്തിൽ നമ്പർ 1 സംസ്ഥാനമായി മാറിയ ഈ സംസ്ഥാനത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരനായകൻ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ കടന്നു വരികയാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധിക്കുവാൻ യൂത്ത് കോൺഗ്രസ് കടന്നു വരികയാണ്. അഴിമതി ഭരണം നിറഞ്ഞു നിൽക്കുന്ന കേരള സർക്കാരിനെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിജ്ഞ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ വസതിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, സമരമുഖമായി മാറിയ മൂവർണ്ണക്കൊടി കൈകളിലേന്തിയ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങളായി ഈ ചെറുവീതിയിലൂടെ കടന്നു വരികയാണ്. പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് നേതൃത്വം നൽകുന്ന ലോങ് മാർച്ചാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട ബിനു ചുള്ളിയിലും KM അഭിജിത്തും അബിൻ വർക്കിയും ശ്രാവൺ റാവുവും അടക്കമുള്ള പുഷ്പലതയും അടക്കമുള്ള നേതൃനിരയാൽ സമ്പന്നമായ യൂത്ത് കോൺഗ്രസിന്റെ സമ്പന്നമായ നേതൃനിരയിലൂടെ കടന്നു വരികയാണ്. ഈ തെരുവീതിയിലൂടെ കടന്നു വരികയാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ സമരമുഖങ്ങൾ ഉയർന്നു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ ഈ ചെറുവീതിയിലൂടെ കടന്നു വരികയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ അണിനിരത്തിക്കൊണ്ട് കേരളത്തിന്റെ തെരുവുകളിലെ യൂത്ത് കോൺഗ്രസിന്റെ സമര പ്രവർത്തകന്മാരെ അണിനിരത്തിക്കൊണ്ട് മൂവർണ്ണക്കരു കൈകളിലേന്തിക്കൊണ്ട് ഇതാ ലോങ് മാർച്ച് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്നുകൊണ്ടുള്ള യുവജന മാർച്ചാണ് കടന്നു വരുന്നത്. ഈ ലോങ് മാർച്ചിലേക്ക് അണിനിരക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചെറുവീതിയിലൂടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, സമസ്ത മേഖലയിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ പിണറായി വിജയന്റെ നെൽകെട്ട ഭരണകൂടത്തിനെതിരെ, ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ശബരിമലയിലെ തങ്കവിഗ്രഹങ്ങളെപ്പോലും കണ്ടുമുടിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ നെൽകെട്ട ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്, തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് കടന്നു വരുന്നത്. ഈ ചെറുവീതിയിലൂടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ,
സമരോജ്വലമായ മൂവർണ്ണക്കൊടി കൈകളിലേന്തി വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ സമരം ഉയർത്തിപ്പിടിക്കുന്ന പ്രിയങ്കരനായ സമരനായകൻ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ കടന്നു വരികയാണ്. CPIM-ന്റെ നെറുകെട്ട ഭരണകൂട ഭീകരക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. പിണറായി വിജയന്റെ നെറുകെട്ട ഭരണകൂടത്തിനെതിരെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് OJ ജനീഷിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ലോങ് മാർച്ച് കടന്നു വരികയാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെയും വർഗീയ ഫാസിസത്തിനെതിരെയും ശബ്ദമുയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരനായകൻ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ കടന്നുവരുന്ന ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കേരളത്തെ തകർത്ത ഇടത് ദുർഭരണത്തിനെതിരെ കേരള പ്രവിധനത്തിൽ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമർത്ഥനായ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് നയിക്കുന്ന ക്ലിഫ് ഹൗസിലേക്കുള്ള ലോങ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. കേരളത്തിലുടനീളം മൂവർണ്ണക്കൊടി കൈകളിലേന്തുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ അണിനിരക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റുകൾക്ക് കൂത്തുരങ്ങ് പാടുന്ന പിണറായി വിജയൻ സർക്കാർ, അഴിമതിയുടെ കൂത്തുരങ്ങായി മാറിയ പിണറായി വിജയൻ സർക്കാർ, സ്വർണ്ണക്കൊള്ള നടത്തുന്ന പിണറായി വിജയൻ സർക്കാർ, അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ, തൊഴിലില്ലായ്മയ്ക്ക് സാധ്യം കുറിച്ച പിണറായി വിജയൻ സർക്കാർ, പ്രതിഷേധിക്കൂ, പ്രതികരിക്കൂ, പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിക്കൂ എന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് ലോങ് മാർച്ച് ചെയ്യുകയാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രിയങ്കരനായ മുൻ KPCCയുടെ പ്രസിഡന്റ് MMS അനുഗ്രഹം ആശീർവദിച്ച പ്രിയപ്പെട്ട ലോങ് മാർച്ച് ഇതാ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് കടന്നു വരുന്നത്. ആയിരങ്ങൾ പതിനായിരങ്ങൾ അണിനിരന്നുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. PMC പദ്ധതിയിൽ ഒത്തുതീർ നടപ്പിലാക്കിയ LDF ഗവൺമെന്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന LDF-നെതിരെ പ്രതികരിച്ചുകൊണ്ട്, ആരോഗ്യ മേഖലയിൽ നമ്പർ 0 ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട്, വിലക്കയറ്റത്തിൽ നമ്പർ 1 ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട്, തൊഴിൽ ഇല്ലായ്മയിൽ റെക്കോർഡായി മാറിയ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട്, അഴിമതികരണമായി മാറിയ ഈ ഗവൺമെന്റിനെതിരെ സ്വജനപക്ഷപാതം നടക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ലോങ് മാർച്ച് കടന്നു വരികയാണ്. പിണറായി വിജയന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പതിനായിരക്കണക്കിന് സഹപ്രവർത്തകർ അണിനിരക്കുന്ന ലോങ് മാർച്ചാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ സമരസാരഥികൾ, OJ ജനീഷിന്റെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട ബിനു ചുള്ളിയുടെ നേതൃത്വത്തിൽ, KM അഭിജിത്തിന്റെ നേതൃത്വത്തിൽ, അബിൻ വർക്കറുടെ നേതൃത്വത്തിൽ, കൃഷ്ണയുടെ നേതൃത്വത്തിൽ, സ്നാനൻ റാവുവിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ സംസ്ഥാന നായകൻ അഡ്വക്കേറ്റ് OJ ജനീഷിന്റെ കയ്യിൽ ത്രിവർണ്ണ പതാകയും കൈകളിലേന്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ധീര പോരാളികളാണ് കേരളം ഭരിക്കുന്ന സ്വർണ്ണക്കള്ളൻ പിണറായി വിജയനെ താക്കീതായിക്കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ സാധാരണക്കാരായ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിനെ താക്കീതായിക്കൊണ്ട് വെള്ളക്കരം വർദ്ധിപ്പിച്ചത് പിണറായി വിജയനാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് പിണറായി വിജയനാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ എല്ലാ പരീക്ഷാ ഫീസുകളും വർദ്ധിപ്പിച്ചത് പിണറായി വിജയനാണ്. ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട സാധാരണക്കാരായ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. കേരളത്തിന് സമ്പന്നമായിരുന്ന വിദ്യാഭ്യാസത്തെ RSSന് വേണ്ടി തീരുന്ന പിണറായി വിജയനെതിരെയുള്ള പോരാട്ടമാണ്. ഏറെ പ്രിയങ്കരനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിലാണ് രക്തസാക്ഷി
മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ച ത്രിവർണ്ണ പതാകയും കൈകളിലെന്ന് ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ തത്തുമല്ലൻ പിണറായി വിജയന് തത്തുണ്ടായിക്കൊണ്ടാണ് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട പത്തിരി പാവങ്ങളായ ജനതയ്ക്ക് വേണ്ടിയുള്ള ശബ്ദമായിട്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സാധാരണക്കാരായ പാവപ്പെട്ടവരെ പീഡിപ്പിച്ചുകൊണ്ട് പത്തിരി പാവങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ നെറുകെട്ട ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പോരാട്ടമാണ്. കേരളത്തിലെ പാവപ്പെട്ട ആരോഗ്യ മേഖല കുത്തഴിക്കാക്കി തകർന്ന് തരിപ്പണമാക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ്. സാധാരണക്കാരും പാവപ്പെട്ട വിദ്യാർത്ഥികളെ പരീക്ഷാ ഫീസുകളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ ദുരിതത്തിലേക്ക് തള്ളിയിട്ട പിണറായി വിജയൻ സർക്കാരിനെതിരെയാണ്. വെള്ളക്കരം വർദ്ധിപ്പിച്ച പിണറായി വിജയനെതിരെയുള്ള പോരാട്ടമാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ്. ക്ലീൻ ഹൗസിലേക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. അഡ്വക്കേറ്റ് ഓട്ടോ ജലീൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് ചാളയുടെ നേതൃത്വത്തിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിമാരായ പ്രിയപ്പെട്ട ശ്രാവൺ ലാലുവിന്റെയും ശ്രീമതി ഉത്കലയുടെയും നേതൃത്വത്തിലാണ്. പ്രിയങ്കരനായ KM അഭിജിത്തിന്റെയും അഭിൻകർച്ചയുടെയും നേതൃത്വത്തിലാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധരായ വൈസ് പ്രസിഡന്റുമാർ ശ്രീ അനിൽ താജിന്റെയും പ്രിയങ്കരനായ സുനിൽ കുമ്പളത്തിന്റെയും ഹരിത ബാബുവിന്റെയും നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ കർമ്മപരന്മാരാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സഖാവ് കാട്ടുവള്ളൻ പിണറായി വിജയന്റെ വസതിയിലേക്കാണ് ലോങ് മാർച്ചുമായി ഇടുകൾ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദിക്കുക. അനുമോദനത്തിന് 1000 പൂച്ചെണ്ടുകൾ മാറി തരുക. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കേരളനാട് സംഭാവന ചെയ്ത പിണറായി വിജയൻ സർക്കാരിന് പറ്റിയിലായിക്കൊണ്ടാണ് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാൽ കെട്ടെടുത്ത കള്ളന്മാർക്കെതിരെയുള്ള പോരാട്ടമാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ വിദ്യാഭ്യാസം, പാവനമായ വിദ്യാഭ്യാസം RSSന് തീരെഴുതി കൊടുത്ത ചന്തിത്തലവൻ പിണറായി വിജയന് താക്കീതായിക്കൊണ്ടാണ് ക്ലീൻ ഹൗസിലേക്കാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ നേതൃത്വത്തിൽ നിന്ന് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദിക്കുക. അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ മാറി തരുക. ഈ എണ്ണക്കൊടി കൈകൊണ്ടിക്കൊണ്ട് രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്കരനായ KPCCയുടെ മുൻ അധ്യക്ഷൻ MMSന്റെ കയ്യിലെന്ന് ത്രിവർണ്ണ പതാക ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയങ്കരനായ OJ ജനീഷിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പോരാളികൾ നടത്തുന്ന ലോങ് മാർച്ചാണ് ഇതുവൾ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദിക്കുക. അനുമോദനത്തിന് 1000 പൂച്ചെണ്ടുകൾ മാറി തരുക. ആവേശമലതള്ളിക്കൊണ്ടുവാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ പ്രിയങ്കരായ കോൺഗ്രസിന്റെ സമാരാധനായ സമരനായകൻ OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് കടന്നു വരുന്നത്. സമസ്ത മേഖലയിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഇടതുപക്ഷത്തിന്റെ നെറികെട്ട ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരനായകൻ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ഇതാ ലോങ് മാർച്ച്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ടവരെ, ആയിരങ്ങൾ പതിനായിരങ്ങൾ വാരിച്ചെറിഞ്ഞ നിറഞ്ഞഞ്ചിൽ ഏറ്റുവാങ്ങിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സമാരംഭിച്ച ലോങ് മാർച്ച് ഇതാ പിണറായി വിജയന്റെ വസതിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയങ്കരനായ OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ച് ഇതാ കടന്നു വരികയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ പിണറായി വിജയന്റെ മറികെട്ട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ളക്കട നടത്തിയ പ്രിയപ്പെട്ട പ്രിയങ്കരൻ എന്ന് പറഞ്ഞു നടക്കുന്ന പിണറായി വിജയന്റെ നെറുകെട്ട ഭരണത്തിനെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സമരനായകൻ OJ ജനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് പിണറായി വിജയന്റെ വസതിയിലേക്ക് കടന്നു വരുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ സമസ്ത മേഖലയിലും അഴിമതിയായി മാറിയ പിണറായി വിജയന്റെ നെറുകെട്ട ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കടന്നു വരികയാണ്.
മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് ഉണ്ടാവാം, 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 നിങ്ങൾക്കുള്ള പ്രോത്സാഹനം ഈ ലോങ് മാർച്ചിന്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള സഹപ്രവർത്തകർ, ആ വശങ്ങളിൽ നിൽക്കുന്ന സഹപ്രവർത്തകരുടെ മുമ്പിലേക്ക് കടന്നു വരണം. ഏറ്റവും പുറകിൽ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും ഈ മുമ്പിലുള്ള കസാരകളിലേക്ക് കടന്നിരിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഈ ജാഥയിലേക്ക് കടന്നു വന്നിട്ടുള്ള സഹഭാരവാഹികളെ, സഹപ്രവർത്തകരെ ഈ കസേരകളിലേക്ക് കടത്തിയിരുത്തേണ്ടതാണ്. കയറാമോ? ഈ ലോങ് മാർച്ചിലേക്ക് കടന്നു വന്ന സഹപ്രവർത്തകർ, പുറകിൽ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്ന സഹപ്രവർത്തകർ മുമ്പിലേക്ക് കടന്നു വരേണ്ടതാണ്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഏറെ പ്രിയങ്കരായ സഹപ്രവർത്തക സുഹൃത്തുക്കൾ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടേക്ക് മുദ്രാവാക്യം അവസാനിപ്പിക്കണം. മുൻനിരയിലേക്ക് കടന്നു വരണം. മുദ്രാവാക്യം അവസാനിപ്പിച്ച് മുൻനിരയിലേക്ക് കടന്നു വരണം. ഏറ്റവും പുറകിൽ നിൽക്കുന്ന സഹപ്രവർത്തകർ എല്ലാവരും മുൻനിരയിലേക്ക് കടന്നു വന്ന് ഇവിടെ എത്തിയിട്ടുള്ള കസാരകളിലേക്ക് കടന്നിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ പ്രിയമുള്ളവരെ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടേക്ക് ലോങ് മാർച്ച് നടത്തുവാനുള്ള സാഹചര്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇതേ സന്ദർഭത്തിൽ ഈ സംസ്ഥാനത്ത് അതിദരിദ്രരില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഇവിടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണപരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഇന്നൊരു ലോങ് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഔപചാരികമായി യോഗ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വിഷ്ണു സുനിലിനെ ക്ഷണിക്കുന്നു. ഇത്രയും ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് കേരളപ്പിറവിയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾക്കും അറിയാം. ആ 3.5 കോടി ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് PR സ്റ്റണ്ട് എന്നുള്ള സ്ഥിരമായിട്ടുള്ള കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സർക്കാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഏതാനും സ്റ്റണ്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ നമ്മൾ കണ്ടതാണ്. ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഇന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇന്ന് ഇതുവരെ ചരിത്രത്തിന്റെ താളുകളിൽ ഇല്ലാത്ത രീതിയിൽ കേരളത്തിന്റെ
കണക്കെണി അങ്ങേയറ്റത്തെ 33,000 കോടി ലക്ഷം രൂപയിലേക്ക് ഇന്ന് കേരളം കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ധൂർത്തിന്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും പരിണിത ഫലമാണ്. ഈ നാട്ടിലെ യുവതി യുവാക്കളെ, തൊഴിലില്ലാത്ത അഭ്യസ്ത വിദ്യരായ യുവാക്കളെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനെതിരെ, ഈ നാട്ടിലെ അമ്പലങ്ങളെയും പള്ളികളെയും കൊള്ളയടിക്കുവാൻ കൂട്ടുനിൽക്കുന്ന സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നമ്മൾ മാർച്ചുമായി വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന 6 മാസക്കാലവും അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകരും തെരുവിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിരിക്കുന്ന എത്രയും ബഹുമാനനായ പ്രിയ നേതാവ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിനു ചുള്ളിലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രാവൺ റാവു അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി പുഷ്പലതയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ KM അഭിജിത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട അബിൻ വർക്കിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പ്രിയപ്പെട്ട PS അനുതാജ്, അരിത ബാബു, യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, ഇത്തരത്തിലൊരു പരിപാടിക്ക് നേതൃത്വം നൽകിയ ശ്രീ നേമം ഷജീർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജയ് യൂത്ത് കോൺഗ്രസ്. ഏറെ ബഹുമാനായ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് MLA, ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ശ്രാവൺ റാവു, ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിയും, ഏറെ പ്രിയങ്കരനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കി, കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീമതി CB പുഷ്പലത, ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ KM അഭിജിത്ത്, പ്രിയങ്കരനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ച ശ്രീ വിഷ്ണു സുനിൽ പന്തളം, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കുമാരി അരിത ബാബു, ഈ മാർച്ചിന് നേതൃത്വം നൽകിയ, സംഘാടനത്തിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ നേമം ഷജീർ, കൊല്ലം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റിയാസ്, പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജയ് എന്തിജൂടൻ ഉൾപ്പെടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്നിവിടെ ഇത്തരത്തിലുള്ള ലോങ് മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ കുറച്ചു മുമ്പാണ്, തൊട്ടു മുമ്പേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രരില്ല എന്നൊരു പ്രഖ്യാപനം ഒരു വലിയ PR എക്സർസൈസിന്റെ ഭാഗമായി ഇവിടെ നടത്തിയത്. അതിദരിദ്രർ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ, ലോകത്ത് തന്നെ മനുഷ്യന്റെ ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ അത് ആഗമ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. 5,91,000 ആളുകൾ ഇവിടെ അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഭാഗമായി റേഷൻ കൈപ്പറ്റുമ്പോൾ 4 ലക്ഷത്തിലധികം ആളുകൾ, കുടുംബങ്ങൾ ഇവിടെ അതിദാരിദ്ര്യ പട്ടികയിലുണ്ട് എന്ന് CPM തന്നെ അവരുടെ പ്രകടന പത്രികയിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിലാണ് 4 വർഷക്കാലത്തിനിപ്പുറം ഈ സംസ്ഥാനത്തിനകത്ത് 60,004 പേർ മാത്രമാണ് അതിദരിദ്രരുടെ പട്ടികയിലുള്ളത് എന്ന് ഈ സർക്കാർ അവകാശപ്പെടുന്നു. അതില്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അങ്ങനെ ആ പ്രവർത്തനത്തിന് നേട്ടം കുറിക്കാനായി എന്നാണ് ഇന്ന് സർക്കാർ അവകാശപ്പെടുന്നത്. ഇന്ന് രാവിലെ പത്രങ്ങളിൽ വന്ന പരസ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊരു പരസ്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് 350-ലധികം വരുന്ന കുടുംബങ്ങളെ കുടുംബശ്രീ പദ്ധതിയുടെ ഭാഗമാക്കി എന്നുള്ളതാണ്.
നമുക്ക് കുടുംബശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് പോലും സംസ്ഥാന സർക്കാർ ഇവിടെ ഇത്തരത്തിൽ തെലങ്കാന ശ്രീ മാത്യു കോന്നർ എം.എൽ.എ. നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. ഇവിടെ ഇത്തരത്തിലൊരു PR എക്സസൈസിന്റെ ഭാഗമാക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത്രയധികം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അതും ഒരു PR എക്സസൈസിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തിനകത്ത് യഥാർത്ഥത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഒരു PR പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുകയാണ്. സത്യത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാനാണ് ഈ സർക്കാർ ഈ അവസരത്തെ ഉപയോഗിക്കുന്നത്. 2500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞ കാലഘട്ടം ഏതാ? ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന കാലഘട്ടത്തിലാണ്. അന്നാക്കിയില്ല. സംസ്ഥാന ഗവൺമെന്റ് അധികാരം വിട്ടുകഴിയാൻ പോകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് മാത്രം ഇവിടെ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. 900 രൂപ വർധനവ് ഈ നാട്ടിലെ ജനങ്ങളോട് ഇവർ പ്രകടനപത്രം ഇവരോട് ചൂണ്ടിക്കാണിച്ചതാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന സർക്കാരുകൾക്കാണ് ഇതിനെല്ലാം ഭാരം വന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. 4% DA വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. 34 മാസക്കാലത്ത് കുടിശ്ശികയെ പറ്റി പറയുന്നില്ല. സംസ്ഥാനത്തിനകത്ത് അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ചെടുക്കാൻ മൂഢന്മാരെന്ന ഈ നാട്ടിലെ ജനങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ലോങ് മാർച്ചുമായി നമ്മൾ കടന്നു വന്നത്. അത് മാത്രമല്ല ഈ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകത എന്താണ്? ഈ സംസ്ഥാന ഗവൺമെന്റ് പരിപൂർണമായും സംഘപരിവാറിന് വിധേയപ്പെട്ടൊരു ഗവൺമെന്റാണ്. നോക്കൂ, ഒരു സംശയവും വേണ്ട. നമ്മൾ ഇന്നിവിടെ മാർച്ച് നടത്തുന്നത് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കല്ല, മറിച്ച് സംഘപരിവാരത്തിന്റെ ഏജന്റിന്റെ ഭവനത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ മാർച്ചുമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് പരിപൂർണമായി സംഘപരിവാറിന് കീഴ്പ്പെടുകയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വാഭാവികമായ നീതി നിഷേധിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു ലോങ് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ പലരും ചോദിച്ചു, ഈ ലോങ് മാർച്ചിന്റെ ഭാഗമായി നിങ്ങൾ ഇന്ന് വലിയ അക്രമ സമരമാണോ? ഞങ്ങൾ പറഞ്ഞു, ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്. ഇന്ന് യുദ്ധമില്ല, പക്ഷേ ഒരു യുദ്ധം ഇവിടെ ഈ തെരുവുകളിൽ ഉണ്ടാകും. അന്ന് ഞങ്ങളൊരു വരവ് വരും. അന്ന് ഇവിടെ ബാരിക്കേഡുകൾ തികയാതെ വരും, പോലീസിന്റെ ലാത്തിയും ഷീൽഡും തികയാതെ വരും. യൂത്ത് കോൺഗ്രസ് ഈ സംസ്ഥാനത്തിന്റെ തെരുവുകളിൽ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആ സമര പ്രഖ്യാപനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ ഈ ക്ലിഫ് ഹൗസിന് മുമ്പിൽ വെച്ച് നടത്തപ്പെടുന്നത്. പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയട്ടെ, നിങ്ങളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്ന് മാത്രമല്ല ഈ ക്ലിഫ് ഹൗസിൽ നിന്ന് പറഞ്ഞയക്കുമെന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണപരാജയങ്ങൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ തെരുവുകളിൽ അതിശക്തമായ സമര പ്രഖ്യാപനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് അവരുടെ ഏറെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് ശ്രീ ഒ.ജെ. ജിനീഷ്, ഈ അധ്യക്ഷവേദിയിലുള്ള യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, KPCCയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ശ്രീ മാത്യു കോന്നർ എം.എൽ.എ. ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ യുവ സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിലെ പൊരുതുന്ന യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. എല്ലാ കാലത്തും ആര് കേരളം ഭരിക്കുന്നുവെന്ന് നോക്കാതെ യുവാക്കളുടെയും ബഹുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ന്യായയുക്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരുകളുടെ അനീതിക്കെതിരെ സമരം ചെയ്യുന്ന സംഘടനയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ജനീഷ് ചൂണ്ടിക്കാട്ടിയ വാക്കുകൾ ഇന്ന് കേരളം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തന്നെയാണ്. ഗവൺമെന്റ് 5 വർഷക്കാലം പൂർത്തിയാക്കുന്നു. അവര് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടിക്കും LDF-നും കനത്ത തിരിച്ചടി നൽകാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ നന്നായിട്ടറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ചില ചെപ്പടി വിദ്യകളുമായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, അതുപോലെ റബ്ബർ സബ്സിഡി വർദ്ധിപ്പിക്കും, കൊടുക്കാനുള്ള DA കുടിശ്ശിക കൊടുക്കും, കുറെ ആനുകൂല്യങ്ങള്
പ്രഖ്യാപിക്കുന്നു. ഈ ആനുകൂല്യങ്ങളെല്ലാം പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ്. അതൊന്നും 4.5 കൊല്ലക്കാലം നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനുള്ള ആത്മാർത്ഥത അവര് പ്രകടിപ്പിച്ചില്ല. ഈ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 4.5 വർഷക്കാലത്തിന് ശേഷം കേരളത്തിലെ ഗവൺമെന്റ് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷത്ത് നിന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ ചോദിക്കുകയാണ്, ഈ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾക്ക് മുൻകാല പ്രാബല്യം നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. മുൻകാല പ്രാബല്യത്തിലൂടെ ഈ ആനുകൂല്യങ്ങൾ നൽകാൻ ഗവൺമെന്റ് തയ്യാറാകുമോ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വെല്ലുവിളിച്ച് ചോദിച്ചിട്ട് കേരളത്തിലെ ഗവൺമെന്റിന് മറുപടിയില്ല. ഇന്നെന്താണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം? സത്യത്തിൽ കേരളത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ അവരെ പുച്ഛത്തോടെയാണ്, അവഗണനയോടെയാണ്. അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ കേരള സർക്കാരുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകയായി യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അത് അവർക്ക് നിക്ഷേപിക്കുന്ന സാഹചര്യമാണ് ഗവൺമെന്റ് ഇന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ തിരുവനന്തപുരത്ത് പോലും സെക്രട്ടേറിയറ്റിന്റെ സമീപത്താണ് സരസ്വതി എന്ന ഒരു പ്രായം ചെന്ന സ്ത്രീ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ച വാർത്ത മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ അറിയിച്ചത്. മുഖ്യമന്ത്രിക്ക് ലജ്ജയുണ്ടോ? ഇന്നേ ദിവസം തന്നെ ഈ തെറ്റായ അവകാശ പ്രഖ്യാപനം. കേരളത്തിൽ പട്ടിണിയില്ല, പരിവട്ടമില്ല, എല്ലാവർക്കും വീട് നൽകിയെന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷ നൽകിയിട്ട് വീട് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. അവർക്ക് വീട് നൽകാൻ പഞ്ചായത്തുകൾക്ക് കഴിയുന്നില്ല. പഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഫണ്ട് കേരള സർക്കാർ കൊടുത്തിട്ടില്ല. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കും പട്ടികജാതിയിൽപ്പെട്ടവർക്ക് നൽകേണ്ട പൈസ പോലും ഗവൺമെന്റിന് കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെയാണ് കേരളത്തിൽ വീടില്ലാത്തവരില്ല, വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവര് കേരളത്തിൽ ഇനി ആരും അവശേഷിക്കുന്നില്ല എന്ന് ഗവൺമെന്റ് തെറ്റായ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് സർക്കാരിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നമുക്കറിയാം. ദേവസ്വം ബോർഡിന്റെ ഓഫീസിന്റെ അടുത്താണ് കേരള ഹൈക്കോടതിയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ കേസിൽ നാമമാത്രമായ അന്വേഷണമെങ്കിലും നടക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞത് കഴിഞ്ഞ മാസം 6-ാം തീയതിയാണ്. 6-ാം തീയതി കഴിഞ്ഞ് ഈ മാസം അവസാനിച്ചു. നവംബർ 1 കേരള പിറകു വന്നിട്ടും അതിനെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനോ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ ആ സ്വർണം വീണ്ടെടുക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. ആരൊക്കെയാണ്? രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ദേവസ്വം ബോർഡിന്റെ അധികാരികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഉദ്യോഗസ്ഥന്മാര് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, പോറ്റി വളർത്തിയവരുണ്ട്. അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ്ണ കള്ള എന്ന് കേരള ഹൈക്കോടതി തന്നെ പറയുമ്പോഴും പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അറച്ചു നിൽക്കുന്ന പിണറായി ഗവൺമെന്റിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിഷയത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിശക്തമായ സമര പരമ്പരകൾ തന്നെ നടത്തിയ കാര്യം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനിടയിലാണ് BJP ഗവൺമെന്റുമായി ഒത്തുചേർന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമിതി പോളിറ്റ് ബ്യൂറോ അതിന്റെ നേതാക്കന്മാർ പ്രകാശ് കാരാട്ടും MA ബേബിയും നിഷേധിച്ച, ഒരിക്കലും യോജിക്കാൻ കഴിയാത്തത് എന്ന് വിശേഷിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയവുമായി കേരളത്തിലെ പിണറായി സർക്കാർ സന്ധി ചേർന്നുകൊണ്ട് BJPയുമായി ഒത്തുകളിക്കുന്ന ഒരു ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ഒത്തുതീർപ്പിലുണ്ടാക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച നോട്ടീസ് നമുക്കറിയാം, കൈപ്പറ്റിയിട്ടുമില്ല, തിരിച്ചയച്ചിട്ടുമില്ല. അങ്ങനെ നോട്ടീസ് കൈപ്പറ്റാതെ വന്നാൽ വാറന്റ് അയച്ച് മുഖ്യമന്ത്രിയുടെ മകനെ വിചാരണ ചെയ്യാൻ, വിസ്തരിക്കാൻ എൻഫോഴ്സ്മെന്റിന് അധികാരമുണ്ട് എങ്കിൽ പോലും ഒത്തുകളിയുടെ ഭാഗമായിട്ട് കേസുകളെല്ലാം ഒതുക്കി തീർക്കുന്ന ചിത്രമാണുള്ളത്. ഈ കാര്യങ്ങളിൽ പ്രതിഷേധിക്കാൻ, ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളിൽ സംസാരിക്കാൻ, തൊഴിലില്ലായ്മ അതിരൂക്ഷമായ യുവാക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യാനോ സമരമുഖത്ത് വരാനോ DYFA എന്ന ഭരണവിലാസം സംഘടനയ്ക്ക് കഴിയുന്നില്ല. അവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസക്തി. കേരളത്തിലെ യുവജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ആരംഭിക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്.
അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി KPCCയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ മാർട്ടിൻ പോൾ നടന്നുണ്ട്. പ്രിയനായ കോൺഗ്രസിന്റെ അധ്യക്ഷൻ OJ ജഗദീഷ്, ഈ സമരം ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അവറുകൾ, പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാർ പ്രസിഡന്റ് ശ്രീ വിനോദ് ചുള്ളിയും, അതുപോലെ ശ്രീ സാവൻ, ശ്രീ സന്ദർശി, ശ്രീ അഭിജിത്ത്, ശ്രീ പുഷ്പലത, മറ്റ് പ്രിയമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലില്ല, പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേരള മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ യുവാക്കളുടെയും യുവതികളുടെയും സ്ഥിതി എന്താണ് എന്ന് പരിശോധിച്ചാൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന യുവാക്കളുള്ള നാടാണ് കേരളം എന്ന് നമ്മൾ പറയേണ്ടി വരും. മറ്റൊന്നുകൊണ്ടല്ല. കാരണം ഇന്ന് നിങ്ങൾ നേരിട്ടൊരു പരിശോധന നടത്തിയാൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ 5000 രൂപയ്ക്കും 6000 രൂപയ്ക്കും 7000 രൂപയ്ക്കും മാസം ശമ്പളം വാങ്ങി ജോലി ചെയ്യേണ്ട യുവതയുടെ ഗതികേട് ഉള്ള സംസ്ഥാനത്ത് നിന്നും ആയിരക്കണക്കിന് 10000കണക്കിന് യുവാക്കൾ ഈ നാട് വിട്ട് പാലായനം ചെയ്തു പോകുന്ന കാഴ്ച നേരിട്ട് കാണുന്നവരാണ് നമ്മൾ. ആ സമയത്ത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന യുവാക്കൾ ഈ നാട്ടിലുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ആർജവും ഇച്ഛാശക്തിയും യൂത്ത് കോൺഗ്രസ് ഉണ്ടാകണം. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇതുപോലുള്ള സമര പരിപാടികളിലേക്ക് കടക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, എല്ലാ അർത്ഥത്തിലും സംഘപരിവാറിനും BJPക്കും RSSനും മുമ്പിൽ മുട്ടുമടക്കിയ ഒരു സർക്കാർ, അവരുടെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും അവരുടെ അജണ്ട നടപ്പിലാക്കാൻ നിൽക്കുന്ന ഒരു സർക്കാർ, അതിനെല്ലായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പോരാട്ടത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാം എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ യോഗം ചുരുക്കുകയാണ്. അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വിനോദ് ചുള്ളി. ബഹുമാന്യായ അധ്യക്ഷൻ, മറ്റ് വേദിയിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് പിണറായി വിജയന്റെ വസതിയിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരം നടത്തുവാനുണ്ടായ സാഹചര്യം, ഇന്ന് ഇത്തരത്തിലൊരു സമരം നടക്കുന്ന വേളയിൽ കിലോമീറ്റർ അപ്പുറത്ത് അല്ലെ മീറ്ററുകൾക്കപ്പുറത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ ദാരിദ്ര്യമുക്തമായ കേരളമാണെന്ന് PR വർക്കിലൂടെ, നവമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ കേരളത്തിലെ അടിച്ചേൽപ്പിക്കുവാൻ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു കേരളമുണ്ടോ? ഇവിടെ ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരു അമ്മ പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യം ഇന്നുണ്ടാകുന്നു. ആ ഘട്ടത്തിലാണ് പിണറായി വിജയൻ പറയുന്നത് ഈ കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്ന്. ഈ കേരളത്തിലാണ്, പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് ഒരു ആദിവാസി യുവാവ് അരി മോഷ്ടിച്ചതിന്റെ പേരിൽ, മധു എന്ന പേരുള്ള ഒരു യുവാവിനെ വിചാരണ നടത്തി കൊലപ്പെടുത്തിയത് പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ. പിണറായി വിജയനോ ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാർക്കോ നിഷേധിക്കുവാൻ കഴിയുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 9.5 വർഷക്കാലമായി പിണറായി വിജയനും മന്ത്രിമാരും ഈ നാട്ടിൽ നടത്തുന്ന ജനക്ഷേമമായ പ്രവർത്തനം എന്താണ് എന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായ ആളുകളെങ്കിലും ഒന്ന് ആത്മപരിശോധന നടത്തുന്നതായിരിക്കും. 9.5 വർഷക്കാലമായി പിണറായി വിജയനും കുടുംബത്തിനുമല്ലാതെ ഈ കേരളത്തിലെ ആർക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത്? 2016 ഒക്ടോബറിൽ ED നോട്ടീസ് കൊടുക്കുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകന്. ആ നോട്ടീസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു മാധ്യമവും അറിയുന്നില്ല. ED ചോദ്യം ചെയ്യാൻ വിളിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു ചർച്ചയും നടക്കുന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും
നരേന്ദ്രമോദിയും അമിത്ഷായും കക്ഷികളാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എത്രയോ തവണ ആവർത്തിച്ചു പറഞ്ഞു. ഏറ്റവും അവസാനം അതിന്റെ തെളിവ് ഈ കേരളീയ സമൂഹം കണ്ടു. വിദ്യാഭ്യാസ മേഖലയെ കുട്ടികളെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞ് PM-3 പദ്ധതിയിലൂടെ മന്ത്രിസഭയിലെ CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ പോലും അറിയാതെ PM-3യിലൂടെ കേരളത്തിൽ നരേന്ദ്രമോദിയും സംഘപരിവാറിനും അടിമപ്പെടുന്ന പിണറായി വിജയനെ ഈ കേരളം കണ്ടു. എന്തിനു വേണ്ടി? തന്റെ മക്കൾ അഴിമതി നടത്തിക്കൊണ്ട് ഈ കേരളത്തിൽ അഴിമതിയിലെ എല്ലാ തരത്തിലും പണമിടപാടുകൾ നടത്തുന്ന വിവേക് കിരണിനെയും വീണ വിജയനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ പറയുന്ന പിണറായി വിജയൻ നടത്തുന്ന ഏർപ്പാടുകൾ, പ്രിയമുള്ളവരെ, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇതൊരു സൂചനാ സമരം മാത്രമാണ്. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഒരു തർക്കവുമില്ല. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി 9 വർഷമായി സമസ്ത മേഖലവും ഭരിച്ചു മുടിച്ച ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞയാണ് ഈ കേരള പിറവി ദിനത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രതിജ്ഞ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നമുക്ക് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ചുരുങ്ങിയ വാക്കുകൾ ശ്രീ അഭിമറക്കി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ ധർമ്മ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ് ഇന്ന് നമ്മൾ ക്ലിഫ് ഹൗസിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ക്ലിഫ് ഹൗസും ഇതിന്റെ 100 മീറ്റർ അപ്പുറമുള്ള ഒരു കെട്ടിടവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം ഈ ക്ലിഫ് ഹൗസിന്റെ നിർദ്ദേശപ്രകാരമാണ് 100 മീറ്റർ അകലെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇരുന്നു കൊണ്ട് ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വലിയ കൊടിയ അഴിമതി കാണിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ശബരിമലയിലെ അയ്യന്റെ സ്വർണം കെട്ടവരാണിവർ. ഇവർ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞ പാവപ്പെട്ട ആളുകളുടെ കഞ്ഞിയിൽ മണ്ണിട്ടവരാണിവർ. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും തച്ചു തകർത്തവരാണിവർ. ഇവർക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഈ ഉദ്യമത്തിന്, ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് 1000 ഹൃദയാഭിവാദ്യങ്ങൾ നൽകുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ KM അഭിജിത്ത്. ഏറെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ OJ ജനീഷ് അവരുടെ ഉപയോഗം അധ്യക്ഷൻ ശ്രീ വിനോദ് സുനിൽ, ശ്രാവൺ റാവു, ശ്രീ അവിൻ ബാക്കി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, അതിനപ്പുറത്തേക്ക് പ്രൗഢോജ്വലമായ ഒരു മാർച്ചുമായി, ലോങ് മാർച്ചുമായി ഇങ്ങോട്ട് കടന്നു വന്ന എന്റെ മുൻപിലിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നട്ടലായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. നേരത്തെ നേതാക്കൾ സൂചിപ്പിച്ച പോലെ PM-3 എന്ന പദ്ധതിയിലൂടെ ഈ സംസ്ഥാനത്തിന്റെ മൂല്യങ്ങളെ, മതനിരപേക്ഷ മൂല്യങ്ങളെ RSSന്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുചെന്ന് പിണറായി വിജയൻ എത്തിച്ചപ്പോ ശിവൻകുട്ടി പറഞ്ഞ വാക്ക് ഇത് കേരളത്തിലെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നതാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നിച്ചു പറഞ്ഞ മറുപടി കേരളത്തിലെ കുട്ടികൾക്കല്ല, പിണറായി വിജയന്റെ കുട്ടികൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നന്മയെ, മതനിരപേക്ഷതയെ RSSന്റെ കാൽക്കീഴിലേക്ക് ഈ പിണറായി വിജയൻ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അലിഖിതമായ ഒരു ബന്ധം RSSും CPM വെച്ചു പുലർത്തുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോ, തൊഴിലില്ലാതെ തെരുവിലിരിക്കുന്ന ചെറുപ്പക്കാരുടെ മുൻപാകെ പിൻവാതിൽ നിയമനങ്ങൾ നിർബാധം തുടരുമ്പോ, യുവതയെ വെല്ലുവിളിച്ച്, കർഷകരെ വെല്ലുവിളിച്ച്, കച്ചവടക്കാരെ വെല്ലുവിളിച്ച്, ഈ നാടിനെ വെല്ലുവിളിച്ച് പിണറായി വിജയനും കൂട്ടരും മുന്നോട്ട് പോകുമ്പോ കേരളത്തിലെയല്ല, ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ആണിയടിക്കുന്ന പ്രവർത്തനമായി, ലോങ് മാർച്ചായി ഈ പരിപാടി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും, ഈ പരിപാടിയിൽ ഭാഗമായ മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് ഇതിന്റെ ഇത്രയും സമയമായിട്ടും ഇത് വിജയിപ്പിക്കാൻ കടന്നു വന്ന തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രാവൺ റാവു ഉൾപ്പെടെ പ്രിയപ്പെട്ട ശ്രീമതി CB പുഷ്പലത ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ ഇന്നത്തെ ഈ ലോങ് മാർച്ചിനെ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണകളും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമര പരിപാടികൾക്ക് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ യോഗം ദീർഘമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, അവിടെ പര്യവസാനിക്കുകയാണ്. വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ ലോങ് മാർച്ച് നമ്മൾ അനൗൺസ് ചെയ്തത്. 2 ദിവസങ്ങൾ മാത്രമാണ് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയം പോലും നൽകാൻ നമുക്കുള്ള സാവകാശം ഉണ്ടായിരുന്നത്. പക്ഷേ ചെറിയ സമയപരിധിക്കുള്ളിൽ വളരെ മനോഹരമായി തന്നെ നല്ല സംഘാടനത്തോടുകൂടി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെയും അതിന്റെ പ്രസിഡന്റിനെയും പ്രിയപ്പെട്ട ശ്രീ നേമൻ ഷബീറിനെയും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെ ഈ
നേരത്തെ ഇവിടെ സംസാരിച്ചവരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമര പ്രഖ്യാപനത്തിന്റെ തുടക്കമാണ്. വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് പഞ്ചായത്ത് എന്ന പേരിലുള്ള ജില്ലാ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. യുവജന സംഗമങ്ങൾക്ക് നമ്മൾ 14 ജില്ലകളിലും തുടക്കം കുറിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനു ശേഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത് അതിവിപുലമായ സമരപരിപാടികളോടുകൂടി ഈ സംസ്ഥാന ഗവൺമെന്റിനെ ജനങ്ങൾക്ക് മുകളിൽ തുറന്നു കാട്ടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരും. ഈ യോഗത്തിന് ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീമതി ഷംല നൌഷാദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ OJ ജനീഷ് ഉൾപ്പെടെ ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഒരു സമര പ്രഖ്യാപനവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് കടന്നു വന്നിരിക്കുന്നത്. ഈ കാലയളവിൽ കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാർ കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ 10ാം വർഷം യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായ സമര പരിപാടികളുമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തിന്റെ വസതിയായ ക്ലിഫ് ഹൌസിലും യൂത്ത് കോൺഗ്രസ് സമര ജ്വാല തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും വരും ദിവസങ്ങളിൽ അതിശക്തമായ സമര പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകർക്കും, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികൾക്കും, ജില്ലാ പ്രസിഡന്റുമാർക്കും, ഇവിടെ കടന്നു വന്ന സംസ്ഥാന നേതാക്കന്മാർക്കും, ഇവിടെ ഏറെ പ്രിയങ്കരനായ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ അനുഗ്രഹവും ആശീർവാദവും നൽകിയ മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.